പെന്നി ജനപക്ഷം നേരത്തെ തന്നെ ഈ ടോമി ഇതിനകത്ത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് 300ഓളം പേർ ചെറുപ്പക്കാർ ഈ ഒരാളുടെ ഗ്യാങ്ങിനകത്ത് മാത്രം നിൽക്കുക. അതൊക്കെ കൊച്ചി ബേസ് ചെയ്തിട്ടുള്ളതാണ്. മുംബൈയൊക്കെ ബേസ് ചെയ്തിട്ടുള്ള പല സിനിമകളും കാണുമ്പോൾ മയക്കുമരുന്ന് വളരെ എളുപ്പത്തിൽ സപ്ലൈ ചെയ്ത് കിട്ടുക, അല്ലെങ്കിൽ ഈ അൺഎംപ്ലോയ്മെന്റിന് പെട്ടെന്ന് ഒരു സൊല്യൂഷൻ ഉണ്ടാക്കി കിട്ടുക, ആ തരത്തിൽ ഈ ഗ്യാങ്സ്റ്റർ ഗ്യാങ്ങുകൾ വളർന്ന് പന്തലിക്കുന്ന കാഴ്ചകൾ കണ്ടിട്ടുണ്ട്. ആ രീതിയിലേക്കുള്ള ഒരു വിഷയം കൂടി അഡ്രസ്സ് ചെയ്തുകൊണ്ട് വരികയാണോ ഇത്രയധികം യുവാക്കളെ ആകർഷിക്കാൻ ശ്രമിക്കുന്നത്? മറ്റ് പിന്തുണകൾ അത്രയും ശക്തമായ ഒരു ബാക്കപ്പ് നിൽക്കുന്നത് കൊണ്ടുകൂടിയാണ് എന്നാണോ മനസ്സിലാക്കേണ്ടത്? ആദ്യം തന്നെ ന്യൂസ് 18 ടോമിന് ഒരു ബിഗ് സല്യൂട്ട്. എനിക്ക് കുറെ സഹായിക്കാൻ പറ്റൂട്ടോ ടോമെ, ഞാൻ കുറച്ചും കൂടി വിവരങ്ങൾ തരാം. നിങ്ങൾ പറഞ്ഞതിന്റെ ഒരു പടി മുകളിലായിട്ട് എനിക്ക് പറയാൻ പറ്റുന്നത്, ഇതിന് ഇപ്പോൾ ഗുണ്ടാ സംഘം എന്നല്ല പറയണം, പാരലൽ പോലീസ് സ്റ്റേഷൻ എന്ന് പറയും. വേറൊരു നിയമ സംവിധാനം കൊച്ചിയിലും കേരളത്തിലും നടക്കുന്നുണ്ട്. പാരലൽ പോലീസ് അല്ലെങ്കിൽ പാരലൽ ലോ സിസ്റ്റം. പോലീസുകാരെക്കാട്ടിലും പവർഫുള്ളാണ് ഈ ഗുണ്ടകൾ. ഞാൻ ഫിലിം ഇൻഡസ്ട്രിയിലും എൻ്റെ ഫാദറിന് ഇവിടെ 2-3 ബാറൊക്കെ ഉണ്ടായിരുന്നതാണ്. ഞങ്ങൾക്കൊരു സിനിമയും പിടിച്ചിട്ടുള്ളതാണ്. ഈ രണ്ട് ഇൻഡസ്ട്രി ഇതിൻ്റെ പ്രധാന ഘടകമാണ്. മദ്യവും സിനിമ ഇൻഡസ്ട്രിയും ഗുണ്ടകളുടെ ഒരു ഈറ്റില്ലമാണ്. എന്നാൽ ഞങ്ങളുടെ സമയത്ത് അത്രയൊന്നുമില്ല. ഞങ്ങളൊക്കെ ലാസ്റ്റ് ഈ പഞ്ചാബി ഹൗസ് യോധ വരെയൊക്കെയാണ്. ഇന്നത്തെ ഫിലിം ഇൻഡസ്ട്രിയിൽ വളരെയധികം മയക്കുമരുന്നുകൾ യൂസ് ചെയ്യുന്നുണ്ട്, കള്ളപ്പണം വരുന്നുണ്ട്. ദുബായിൽ നിന്നുള്ള സ്വർണ്ണക്കള്ളക്കടത്തിന്റെ മേജർ ഇതും റിയൽ എസ്റ്റേറ്റും സിനിമ ഇൻഡസ്ട്രിയിലാണ് വരുന്നത്. പഴയ പ്രൊഡ്യൂസേഴ്സിന് ഒന്നും സിനിമ എടുക്കാൻ ഇപ്പോൾ പറ്റുന്നില്ല. കാരണം നമ്മുടെയൊക്കെ ഏറ്റവും വലിയ പടമായ യോധ പോലും 1 കോടി 1.25 കോടി രൂപയാണ്. ഇന്നൊരു പടത്തിന്റെ കഥ പറയണമെങ്കിൽ 5 കോടി വേണം, 50 കോടി വേണം, പിന്നെ 100 കോടിയുടെ ക്ലബ്ബ് തന്നെ. അപ്പൊ ഇതിന്റെ ഏറ്റവും വലിയ ഈറ്റില്ലം എന്ന് പറയുന്നത്, ഇതിന്റെ ഹാച്ചറി എന്ന് പറയുന്നത് മദ്യം, മയക്കുമരുന്ന്, കഞ്ചാവ്, സ്വർണ്ണക്കള്ളക്കടത്ത്, ഫിലിം ഇൻഡസ്ട്രി. ഇത് മൂന്നും കൂടി ചേർന്ന ഒരു സിസ്റ്റർ കൺസേൺ പോലെയാണ് പോകുന്നത്. ഇനി ഞാൻ എൻ്റെ അനുഭവങ്ങൾ കുറച്ച് പറയാൻ പറ്റും. അതായത് പോലീസ് സ്റ്റേഷനിൽ നമ്മളൊരു 10 ലക്ഷം രൂപയുടെ ചെക്ക് കേസോ, ഒരു വീട് ഒഴിഞ്ഞു പോകുന്നതോ, ഒരു സ്ഥലക്കച്ചവടത്തിന്റെ കേസുമായിട്ട് എറണാകുളം കസ്ബ സ്റ്റേഷനിലോ സെൻട്രൽ സ്റ്റേഷനിലോ കമ്മീഷണർ ഓഫീസിലോ ചെന്നാൽ അവർ നമ്മളോട് ഒറ്റ വാക്കി പറയും, അയ്യോ ഇത് പണത്തിന്റെ ഇടപാടാണോ, നിങ്ങൾ സിവിൽ കോടതിയിൽ പോകാൻ പറയും. സിവിൽ കോടതിയിൽ പോകണമെങ്കിൽ ഏതെങ്കിലും വക്കീലിന്റെ കാല് പിടിച്ച് ഒരു 20 കൊല്ലമെങ്കിലും എടുക്കും. അതേ സ്ഥാനത്ത് ഈ പാരലൽ പോലീസ് എന്ന് പറയുന്ന ഗുണ്ടകളുടെ അടുത്ത് ഈ 20 ലക്ഷം 50 ലക്ഷത്തിന്റെ ഈ കേസ് കൊടുത്തു കഴിഞ്ഞാൽ അവർ 5-10 ദിവസം കൊണ്ട് സെറ്റിൽ ചെയ്യും. 2-3 ലക്ഷം രൂപക്ക് ഇതുണ്ടാവും. എന്റെ തന്നെ കൊരട്ടിയിൽ ഒരു സ്ഥലം കൊടുത്തപ്പോൾ അതിൽ ഒരു 30 ലക്ഷം രൂപ ചെക്ക് കിട്ടിയിട്ട് ഞാനത് 15 കൊല്ലം കേസ് നടത്തിയിട്ട് എനിക്ക് ഈ പലിശ ഇല്ലാണ്ടാണ് കോടതിയിൽ നിന്ന് വിധി കിട്ടിയത്. അതേ സ്ഥാനത്ത് എൻ്റെ ഒരു കസിൻ സിസ്റ്റർ എറണാകുളത്തുള്ള ഒരു പാർട്ടി ഓഫീസിൽ, കളമശ്ശേരിയിലുള്ള ഒരു പാർട്ടി ഓഫീസിൽ കൊണ്ടുപോയി പണം കൊടുക്കുകയും അവർക്ക് ഇത്ര ശതമാനം പറഞ്ഞ് അവർക്ക് 10 ദിവസം കൊണ്ട് പൈസ കിട്ടി. നമ്മൾ നിയമത്തിന്റെ വഴിക്ക് പോയാൽ വളരെ ലേറ്റ് ആവുകയും, എന്നാൽ ഗുണ്ട കൊട്ടേഷൻ വഴി കാര്യങ്ങൾ എളുപ്പമാവുന്നത് കൊണ്ട് തന്നെയാണ് വലിയ സ്വർണ്ണ പണമിടപാട്, പലിശക്കാര്, ഫ്ലാറ്റ്, റിയൽ എസ്റ്റേറ്റ്, ഇങ്ങനത്തെ വലിയ കോടികളുടെ ഇടപാട് ചെയ്ത് നിങ്ങൾ പോലീസിലും കോടതിയിലും പോയാൽ ഒരിക്കലും നീതി കിട്ടില്ലെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ സിനിമാക്കാരും ഇവരൊക്കെ ഈ ഗുണ്ടകളെ എടുക്കണം. ഇപ്പൊ കലൂര് തന്നെ മരട് അനീഷുമായിട്ട് ഞാനൊരു തർക്കമുണ്ടായി. ഒരു പാവം സ്ത്രീ, അത് ഞാൻ അവരുടെ ബാക്ക്ഗ്രൗണ്ട് ഞാൻ നോക്കുന്നില്ല, ഒരു കടയുടെ മുമ്പിൽ ഇവിടുത്തെ പ്രശസ്തനായ മരട് അനീഷ് വന്ന് ഞാനുമായിട്ടൊരു തർക്കമുണ്ട്. ഞാൻ ഇത്രയും ചോദിച്ചോളൂ, നിങ്ങൾ നിയമത്തിന്റെ വഴിക്ക് പോകേണ്ടത്, നിങ്ങൾ എന്തിനാണ് ഈ കടയിൽ ഇടപെടണമെന്നാണ് ഞാൻ ചോദിച്ചത്. അന്ന് എനിക്കെതിരെ ഭയങ്കര അറ്റാക്ക് ആയിരുന്നു. അപ്പൊ അവിടെ 2 ടിപ്പർ ലോറി കല്ലുണ്ട്. അവിടെ തെറ്റ് ശരി ഞാൻ നോക്കുന്നില്ല. പോലീസ് ഇടപെടേണ്ടടുത്ത് ഗുണ്ടകൾ ഇടപെട്ടപ്പോൾ ഞാൻ അന്ന് DGP-നെ വിളിച്ചു പറഞ്ഞു, കമ്മീഷണറെ വിളിച്ചു പറഞ്ഞു, നോർത്ത് പോലീസ് സ്റ്റേഷനിലെ സർക്കിൾ ഇൻസ്പെക്ടർ കസ്ബ പോലീസ് സ്റ്റേഷനിലെ ആ സമയത്ത് ഏതെല്ലാം മേഖലകളിലേക്ക് ഇത് വ്യാപിച്ചു കിടക്കുന്നു എന്നാണല്ലോ പറയുന്നത്. പക്ഷെ പോലീസിന്റെ ഒരു വിഷയം അതുകൂടി ഒന്ന് സംസാരിച്ചുകൊണ്ട് നമുക്ക് 1/2 മണിക്കൂർ അവസാനിപ്പിക്കാം. അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ചർച്ച, പോലീസിന് ഈ വിഷയത്തിനകത്ത് ചെയ്യാൻ കഴിയാത്ത ഒരു നിസ്സഹായാവസ്ഥ, അന്യ സംസ്ഥാനങ്ങളിലേക്ക് പോകുമ്പോൾ അങ്ങനെ ഒരു സ്ഥിതി ഇല്ലേ? പോലീസിന് ഒരു ഗതികേട് എന്താണെന്ന് വെച്ചാല്, പോലീസ് ഈ നിയമം പറഞ്ഞിട്ട് എല്ലാം സിവിൽ കേസിൽ വിടുവാണ്. എന്നാൽ പോലീസിന് ഇൻട്രസ്റ്റ് ഉള്ള കേസുകൾ ഗുണ്ടകൾക്ക് അവർ മാറുകയും ചെയ്യും.